ഈ മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അടിയോടിക്കറിയാവോ? ഒരുപാട് കൊടുക്കലും വാങ്ങലൊക്കെ ഉള്ള ആളായിരുന്നില്ലേ? അല്പമൊക്കെ ശത്രുക്കൾ ഉണ്ടാവില്ലേ സാർ? അവരിൽ പ്രബലരായിട്ട് ആരെങ്കിലും? ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് ആരും അറിയരുത് സാർ. വല്ലാത്ത ഭയമുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശത്രുക്കൾ പുറത്തുള്ളവരല്ല, കൂടെയുള്ളവർ തന്നെയാണെന്നേ ഞാൻ പറയൂ. കൂടെയുള്ളവരെന്ന് പറയുമ്പോൾ മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സ് കോളാടി വർക്കി, മാളിയേക്കൽ ഔസേപ്പച്ചൻ, മരിച്ചുപോയ നാരായണ. ഈ നാരായണന്റെ മരണമാണോ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്ററിൽ കണ്ടത്? അതെ സാർ. പക്ഷേ നാരായണൻ്റേത് അപകടമരണമായിരുന്നു, അല്ലാതെ ആരും കൊന്നൊന്നുമല്ല. എന്തപകടം? ഔസേപ്പച്ചനൊത്ത് വൈകിട്ട് നടക്കാൻ പോകുന്നതിനിടയിൽ നാരായണൻ കാല് തെറ്റി കനാലിൽ വീണു. അങ്ങനെയാ മരിക്കണത്. നാട്ടുകാരതിനെ വലുതാക്കി. ഈ ഔസേപ്പച്ചനും പണ്ടൊരു കൊലക്കേസ് കുടുങ്ങിയതായി കേട്ടിട്ടുണ്ട്. അയാളുടെ മരുമകനോ മകനോ ആ കേസിൽ ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു. ഈ ഔസേപ്പച്ചനും നാരായണനും കുമാരപുരംകാരാണോ? അതേന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ ഉള്ളവരല്ല, ഇടയ്ക്ക് വന്ന് താമസാക്കിയവരാ. ഔസേപ്പച്ചന്റെ ഭാര്യയും മാണിക്കുഞ്ഞു സാറും ബന്ധുക്കളാ. അങ്ങനെ അവർ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയത്. അല്ല ചാക്കോ, ഇതൊന്നും അന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അന്ന് അലക്സിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നല്ലോ അന്വേഷണം. കൂടാതെ ഇപ്പോഴത്തെ പോലൊരു ഡീവിയേഷൻ അന്ന് ഈ കേസിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാവണം പാർട്ട്നേഴ്സിനെ കുറിച്ചൊന്നും അന്വേഷണം ഉണ്ടാവാത്തത്. പാർട്ട്നേഴ്സ് തന്നെയാണ് ശത്രുക്കളെന്ന് മിസ്റ്റർ അടിയോടി പറഞ്ഞല്ലോ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? സാർ, മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് ഭൂരിഭാഗം സ്വത്തുക്കളും മറ്റു പാർട്ട്നേഴ്സിന് വിറ്റു. പക്ഷെ ഞാനത് അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം. 23 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവനാണ് ഞാൻ അറിയാത്ത ഒരു രഹസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ വിൽക്കാൻ പോണ കാര്യം എന്നോട് ആലോചിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. വിറ്റ ശേഷമെങ്കിലും പറയണ്ടേ സാർ? അതും പറഞ്ഞിട്ടില്ല. സത്യം, എനിക്ക് ആ കച്ചവടത്തിൽ സംശയമുണ്ട്. ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടന്ന് ഞങ്ങളോടോ ആദ്യം അന്വേഷിച്ച പോലീസിനോടോ പറഞ്ഞില്ല? ഭയന്നിട്ടാണ് സാർ പറയാത്തത്. സത്യം, ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല ഇതൊക്കെ പറയുന്നത്. മാണിക്കുഞ്ഞ് മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ഇടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. കൊള്ളണോ? വേണ്ട. താൻ നാട്ടുകാരോട് പറഞ്ഞോ മാണിക്കുഞ്ഞിന്റെ സ്വത്ത് മുഴുവൻ ഞാനും പാർട്ട്നേഴ്സും കൂടി തട്ടിയെടുത്തെന്ന്? സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പാർട്ട്നേഴ്സിന് സംശയം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ മനസ്സിലായി അവർ തട്ടിയെടുത്തെന്ന്? ചത്തു തൊലയുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പറഞ്ഞു? ഇല്ല. അതോ മറ്റു വല്ലവരും പറഞ്ഞു? സംശയം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. വെറും സംശയത്തിന്റെ പേരിൽ മാന്യന്മാരെ അപമാനിച്ചാലുണ്ടല്ലോ, ഒന്ന് കുഴിച്ചുമൂടും തന്നെ ഈ നടുമുറ്റത്ത്. ഇല്ല, പറയില്ല. ആഹാ, ഇത്രയും മിടുക്കിയ ഒരു മോളുണ്ടോ തനിക്ക്? സത്യം, ഇനി ആരെടുത്ത് വാ തുറക്കില്ല ഞാൻ. ഇത് ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും മറക്കാതിരിക്കാൻ. നേരം വെളുത്തപ്പോ കവളത്ത് മുഴുവൻ നീരായിരുന്നു. ആരാ ഓഫീസർ? സത്യദാസ്. വർഷം എത്ര ആയതുകൊണ്ടാ ഇപ്പൊ പറയാൻ ചെറിയ ധൈര്യം കിട്ടിയത്. എന്നാലും സാറിനെ കാട്ടിക്കൊടുക്കരുത്. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട. പിന്നെ ഇപ്പൊ മാണിക്കുഞ്ഞിന്റെ വീട്ടിൽ ആരാ താമസം? പാർട്ട്നേഴ്സ് ആരെങ്കിലും ആണോ? അല്ല, അതെന്തോ ഭാഗ്യം കൊണ്ട് ആ വീട് മാണിക്കുഞ്ഞ് വാങ്ങിയത് മകന്റെ പേരില. അതുകൊണ്ട് പാർട്ട്നേഴ്സിന് കിട്ടിയില്ല. മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ മരുമകൾ മോസിയുടെ പേരിലായി. അവളും പോയി. ഇപ്പൊ ആ വീട്ടില് താമസം മോസിയുടെ അപ്പനും അമ്മയാ, മോളിയും സൈമണും. മോളിയും സൈമനും? സർ, അടിയുടെ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ തൽക്കാലം പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കാം. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞങ്ങളില്ലേ? ചെല്ലേ, ഉണ്ടാക്കാം. വരൂ. ഓ, நீங்க இங்க பேசிட்டு இருக்கிற 2-3 பேர் வந்தா CBI இங்கே தானே தாமசம்னு கேட்டா இல்லைன்னு தானே சொல்லണം. കുട്ടിസ്വാമി എന്താ പറഞ്ഞത്? ഇല്ലെന്ന് പറഞ്ഞു.
ஆனா இனி யாரு கேட்டாலும் இங்க தங்கி இருக்கிறவங்க சிபிக்காரங்கன்னு தைரியமா சொல்லுங்க. அப்படியா? அப்ப சஸ்பென்ஸ் தீர்ந்ததா? சஸ்பென்ஸ் இன்னும் தீரல. എന്താ ഉണ്ടായത്? 8 മണിക്ക് തുടങ്ങിയതാ കല്ലേറ്. 10 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ ചില്ലും ബാക്കിയില്ല. അതിന്റെ കരണ്ടും പോയി, ഫോണും ഡെഡ്. ഇതൊന്നും നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനാവില്ല. എന്നെ ഉദ്ദേശിച്ചായിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ആര് കാരണമായാലും ശരി, കല്ലുമഴയല്ല പാറക്കല്ല് മഴ പെയ്താലും ഞാനും എന്റെ മക്കളെ സഹിച്ചോളാം. ശരിയാ, നീ ഇവിടെ നിങ്ങൾ പോകുന്നില്ല. പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇത് നിന്റെ വീടാ. വേറെ അവിടെ നീ പോകും? അല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ കാര്യത്തിൽ നീ ചർച്ചയില്ല. വെറും ഇരുട്ടിലല്ല തപ്പുന്നതെന്ന് ഇന്നലത്തെ സംഭവം കൊണ്ട് ബോധ്യമായി. സത്യം മാത്രമല്ല, അസത്യവും നമ്മളെ പിന്തുടരുന്നുണ്ട്. എന്ന് വെച്ചത് ലാഘവത്തോടെ എടുക്കരുത് സാർ. സംഭവം പോലീസിൽ അറിയിക്കണം. അറിയിക്കണം, പോലീസിൽ അറിയിക്കണം, തീർച്ചയായിട്ടും അറിയിക്കണം. അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ. ഈ ഓണം കയറാൻ മൂലയിൽ എന്തോന്ന് അട്രാക്ഷൻ എന്നോ? എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും. തന്നെയുമല്ല, അതിസുന്ദരികളുള്ള നാടാടോ ഇത്. അതിൻ്റെ അട്രാക്ഷൻ ഒന്ന് വേറെ. ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ആ കാര്യം ഇപ്പോൾ വന്ന കാലിൽ തന്നെ പുറത്ത് വെപ്പുണ്ട്. ആ പിന്നെ വിളിക്കാം സർ. എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ? ആരായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാൻ നോക്കൂ. കുറെ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു സർ. നിക്കട്ടടോ, കഴിക്കുമ്പോ എവിടെങ്കിലും ഇരുന്നോളും. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത് ആ കാലങ്ങ് തിരുമ്മിക്കൊടു. എവിടെയാ പാച്ചുവും ഗോപാലിനും? പോയോ? ആ ഇല്ല, തന്നോട് 2 വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല. വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല.
ഇതുപോലെ യൂണിഫോം ഇട്ടാൽ താൻ പറഞ്ഞ ആ പാച്ചുവിന്റെ റാങ്ക് എന്താണെന്നറിയോ? 132.5 കിലോമീറ്റർ ദൂരെ അങ്ങേരെത്തിയെന്നറിഞ്ഞാൽ താൻ ഇവിടെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ദാ ഇങ്ങനെ. കുറെ നാൾ ഈ കാക്കി ഞാൻ വിട്ടതാ, അതുകൊണ്ട് പറയാൻ പാടില്ല. എന്നാലും പറയാതെ പറ്റില്ല. ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് പട്ടിയുടെ വാലും, മറ്റേത് ചാക്കോ, ഹലോ. ഫാദർ മരിച്ചപ്പോൾ ഞാനൊരു കണ്ടോളൻസ് അയച്ചിരുന്നു. ഇപ്പം ഏതായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എൻ്റെ അനുശോചനങ്ങൾ. ഹൗ ഈസ് യുവർ മദർ ആൻഡ് സിസ്റ്റർ? ഞാനും താങ്കളുടെ ഫാദർ മിസ്റ്റർ ദേവദാസും തമ്മിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല. അദ്ദേഹം എന്നോട് പലപ്പോഴും വാശിയോടെ മത്സരിക്കുമായിരുന്നു. അതെന്തിനാണെന്നറിയില്ല, പക്ഷേ എനിക്കൊരിക്കലും വാശിയോ മത്സരമോ ഉണ്ടായിട്ടില്ല. അനിയൻ ഇപ്പോൾ കാണിച്ച് ഏതായാലും ശരിയായില്ല. ആരോടായാലും കുറച്ചുകൂടെ ഹ്യൂമൻ ആവണ്ടേ? യുവർ ജോബ് ഡിമാൻഡ്സ് ഇറ്റ്. വീറും വാശിയൊക്കെ ആവാം, ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ്. ചെറുപ്പത്തിൽ സർവീസിൽ കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും. അതുകൊണ്ടാണല്ലോ ആളും തരവും നോക്കാതെ പെരുമാറുന്നത്. ടു ബാഡ്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈ ജന്മം പാഴായി. വരട്ടെ. എന്താണോ കുഴിവെട്ടി? കച്ചവടമൊക്കെ എങ്ങനെ? വളരെ മോശമാണ് സാർ. താനെന്താ ഇവിടെ? ഞാനിവിടെ മുതലാളി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എടുത്തോ. കേരള ഭൂട്ടാൻ ജംബോ ജെറ്റ്, ജയ് മാതൃഭൂമി, ഓണം ബമ്പർ, ഓണം ബമ്പർ, നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. മതി 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 മതി. എന്നാ മതി. ഇതൊക്കെ വെച്ച് മടക്കിയിട്ട് താൻ വല്ല സൂപ്പർ ലോട്ടോ നോക്കണോ? പൈസ തരൂലേ? കുഴിവെട്ടിക്കിട്ട് കുഴി വെട്ടല്ലേ, എല്ലാം കഴിഞ്ഞ ലോട്ടറിയാ. കൊണ്ടുപോയിക്കോ. തെറ്റ. ഇരിക്കേ. ഓ പിന്നെ 4 ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സാമി പേടിച്ച് വരണ്ട് നാട് വിടും. തൻ്റെയൊക്കെ ഈ ബുദ്ധി ഉണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിൽ ഇട്ട് വയ്ക്കേ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കുമായി അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ? പിന്നെ ഒരു 10-25 ലക്ഷം രൂപ ചെലവാവും. പറ്റിയാളിനെ ഞാൻ തരാം. ഗഡ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി, ചീങ്കണ്ണി, കടുവ ഇവയുടെയൊക്കെ മുഖം മൂടി ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ പേടിപ്പിക്കാൻ. അതിട്ട് അയാളെന്ന് വരട്ടെ നോക്ക്. ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്കും. ധൈര്യശാലികളെ. പട്ട് പിടിച്ചോ. ഒരു CBI ഓഫീസറെ ചുമ്മാ നിങ്ങൾ തട്ടിക്കളയാനേ. ബലത്തിനല്ല, ആപത്തുണ്ടാക്കാനാണ് ഇവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നേ. താ നോക്കിക്കൂ. പിന്നെ മറ്റെന്തൊക്കെയോ സംസാരിച്ച് വന്ന കാര്യം പറയാൻ വിട്ടുപോയി. ആ ബാഹുലേനെ കണ്ട് സ്വാമിയും കൂട്ടരും എത്തിയിട്ടുള്ള വിവരം അറിയിക്കണം. കുറച്ച് ദിവസം ലീവ് എടുത്ത് മാറി നിൽക്കുന്നതാണ് നല്ലത്. കറങ്ങിത്തിരിഞ്ഞ ആ പട്ടർ അയാളിലെത്തും, അത് ഉറപ്പ്. ബാഹുലയം തകടം മറിഞ്ഞാൽ ഒരു ദൈവത്തിനും രക്ഷിക്കാൻ കഴിയില്ല നമ്മളെ. അതെ, ഞാനല്പം ബിസിയാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എവിടെ വർക്കേ? ഞാനൊന്ന് ഇരിയടോ. CBIയോ FBI ആര് വേണമെങ്കിലും വരട്ടെ. നീ ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണണോ? അതിനും റെഡി. താൻ ധൈര്യമായിട്ടിരിക്കണോ. ബാഹുലയം കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് കുറച്ചുനാൾ ലീവ് എടുത്ത് മാറി നിന്നുകൂടെ? ഒന്ന് മനസ്സിലാക്കൂ ബാഹുലയ, പ്ലീസ്. സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അടിയോടി എന്ന് പറഞ്ഞാൽ അറിയാം. മനസ്സിലായി, ഞാൻ പറയാം. ആ ദുഷ്ടൻ അമ്മാവനെയും മക്കളെയും ശരിക്കും വിഷമിപ്പിച്ചു അല്ലേ? എന്താ പോലീസുകാരന്റെ പേര്? സത്യദാസ് അതല്ലേ പേര്? ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മാഷു അമ്മാവനെ പോലെ സാത്വികനാ. വയലൻസ് ഒന്നും പറ്റില്ല. മര്യാദക്ക് 2 ചീത്ത വാക്ക് പറയാൻ പോലും കിട്ടില്ല മൂപ്പരെ. വരൂ, അകത്തോട്ടിരിക്കാം. മാഷേ, മരിച്ച